കേരളമടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്തുള്ള ചർച്ചകൾ CPM കേന്ദ്ര കമ്മിറ്റിയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു. പാർട്ടി കമ്മിറ്റികളിലെ വിമർശനങ്ങൾ സ്വാഭാവികമെന്ന നിലപാടിലാണ് നേതാക്കൾ. CPM കേന്ദ്ര കമ്മിറ്റിയിലെ ആദ്യ ദിവസത്തെ ചർച്ചകളിൽ കേരളത്തിൽ നിന്നും 4 അംഗങ്ങളാണ് പങ്കെടുത്തു സംസാരിച്ചത്. സംസ്ഥാനത്തെ കനത്ത പരാജയത്തിൽ കടുത്ത വിമർശനങ്ങൾ ഇനി ഉയരുമെന്നാണ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. 60ഓളം അംഗങ്ങൾ തെരഞ്ഞെടുപ്പ് അവലോകന ചർച്ചയിൽ പങ്കെടുക്കും. കേരളത്തിന് പുറത്തുനിന്നുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നും വിമർശനം ഉയർന്നു. കേരളം, പശ്ചിമ ബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി തെരഞ്ഞെടുപ്പ് അവലോകന ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്ന് മറുപടി തയ്യാറാക്കും. അതേസമയം പാർട്ടി കമ്മിറ്റികളിലെ വിമർശനങ്ങൾ സ്വാഭാവികമെന്ന നിലപാടാണ് നേതാക്കൾക്ക്. തെരഞ്ഞെടുപ്പിന്റെ പരാജയം എങ്ങനെയാ ഒരാളിൽ വെക്കുക എന്ന ചോദ്യം CPM നേതാവ് EP ജയരാജന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു. അതെങ്ങനെയാ ഒരു തെരഞ്ഞെടുപ്പിന്റെ പരാജയം ഒരാളിലെത്തുക? നിങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളിതിൽ ആരെങ്കിലും ഉന്നയിച്ചോ? എന്തടിസ്ഥാനത്തിലാണ് ഒരാളിൽ ഉന്നയിക്കുന്നത് ആക്ഷേപം? അതിലൊരു സഹികേടിന്റെ ഭാഗമാണ്, ഒരു വ്യക്തിഹത്യയുടെ ഭാഗമാണ്. ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഒരു മുന്നണി നടത്തുകയാണ്. അതിൽ നേതാക്കൾക്കെല്ലാം അതിൽ സജീവ സാന്നിധ്യവും പങ്കാളിത്തമുണ്ട്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അതെല്ലാം ഒരാളുടെ കുറ്റമാണ്. ഇത് തെറ്റായൊരു പ്രവണതയും ചിന്തയുമാണ്. പാർട്ടിയിൽ ചർച്ചകൾ ഉണ്ടാകും. സമൂഹമാധ്യമങ്ങളിൽ പല വാർത്തകളും വരും. വിമർശനങ്ങൾ സമൂഹമാധ്യമ സൃഷ്ടി എന്ന നിലപാട് സ്വീകരിക്കുന്ന നേതാക്കൾ പുറത്തുവരുന്നത് ഊഹാപോഹങ്ങളാണെന്നും തെറ്റുതിരുത്തൽ പാർട്ടി നടപടിക്രമത്തിന്റെ ഭാഗമാണെന്നുമുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ജനം, ഡൽഹി.